സുഹൃത്തുക്കളെ, നമുക്കൊരു അടിപൊളി ഡ്രൈവ് പോയാലോ? അതും കാടിൻ്റെ ഉള്ളിക്കടെ ആനകളെയൊക്കെ കണ്ട്. അതേ സുഹൃത്തുക്കളെ, നമ്മളൊരു ഡ്രൈവ് പോവാണ്. അത് മറ്റെങ്ങോട്ടുമല്ല, ഏഴാറ്റുമുഖം വഴി നമ്മൾ ആതിരപ്പള്ളി വരെ ഒന്ന് ഡ്രൈവ് പോവാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് പെരുമ്പാവൂരിൽ നിന്നാണ്. പെരുമ്പാവൂരിൽ നിന്ന് മലയാറ്റൂർ പ്ലാന്റേഷൻ റോഡ് വഴി നമ്മൾ ആതിരപ്പള്ളിക്ക് പോവാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. ഞങ്ങൾ നാട്ടിൽ ലീവിന് വന്നേക്കുവാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു അതിരപ്പള്ളി ട്രിപ്പ് പോവാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ പെരുമ്പാവൂർ ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ ഇത് കുറിച്ചിലക്കോട്, കോടനാട് കുറിച്ചിലക്കോട് ജംഗ്ഷനാണ്. ഇവിടെ ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് കോടനാട് മലയാറ്റൂർ പാലം. അപ്പോൾ ഈ വഴിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് കോടനാട് മലയാറ്റൂർ പാലം. നിങ്ങൾക്ക് അതുപോലെ തന്നെ പെരിയാറ് കടക്കുമ്പോൾ തൊട്ടപ്പുറം നമുക്ക് മലയാറ്റൂർ താഴത്തെ പള്ളിയും കൂടി കാണാം. അപ്പോൾ പള്ളിയിലേക്ക് കയറി പ്രാർത്ഥിച്ചിട്ട് പോകുന്നവർക്കൊക്കെ ഇതൊരു പിൽഗ്രിമേജ് കം ഒരു അഡ്വഞ്ചറസ് ടൂറാക്കി മാറ്റാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മലയാറ്റൂർ നക്ഷത്ര തടാകം എത്തി കേട്ടോ. അതായത് മലയാറ്റൂർ അടിവാരത്താണിത്. ഇവിടെ നിന്നാണ് മലയാറ്റൂർ മല കയറാനായിട്ടുള്ള സ്റ്റാർട്ടിങ്. അപ്പോൾ നമ്മൾ പോകുന്നത് ഈ നക്ഷത്ര തടാകത്തിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. ആ വഴി നേരെ നമ്മൾ ചെന്നിട്ട് നമ്മൾ റൈറ്റ് തിരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ഈ വഴി കാണിക്കും. നിങ്ങൾ മലയാറ്റൂരിൽ നിന്ന് ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്യുക. നിങ്ങൾ വേറെ എവിടെയെങ്കിലും വരികയാണെങ്കിൽ മലയാറ്റൂർക്ക് വയ്ക്കുക. എന്നിട്ട് മലയാറ്റൂരിൽ നിന്ന് നിങ്ങൾ അതിരപ്പള്ളി അല്ലെങ്കിൽ ഏഴാറ്റുമുഖം നിങ്ങൾ ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വഴി പോകാം. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഈ ഒരു ജംഗ്ഷനിൽ എത്തിക്കഴിയുമ്പോൾ ടി ജംഗ്ഷൻ വരും. അവിടെ നിന്ന് റൈറ്റ് തിരിയുക. ഇനി നമ്മൾ കയറുന്നത് കാടിൻ്റെ ഉള്ളിലേക്കാണ്. പതുക്കെ രണ്ട് സൈഡിലും മലയാറ്റൂർ അടിവാരത്ത് കാണുന്ന, അതായത് മലയാറ്റൂർ മലയുടെ പുറകുവശത്ത് കാണുന്ന ഒരു ഭാഗമാണിത്. ഇവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ കാണാം ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ അവിടെ ഇരിക്കുന്ന ഫോറസ്റ്റ് ഗാർഡ് ഉണ്ട്. ആ ഓഫീസർക്ക് നമ്മുടെ വണ്ടി നമ്പറൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരു 25 രൂപയും കൊടുത്ത് റെസിപ്റ്റ് വാങ്ങിക്കണം. ആ റെസിപ്റ്റ് നമ്മൾ കയ്യിൽ വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചെക്ക് പോസ്റ്റ് വീണ്ടും ഒരു 10 കിലോമീറ്റർ കഴിയുമ്പോൾ വരും. അപ്പോൾ അവിടെ ഈ ഒരു റെസിപ്റ്റ് കൊടുക്കണം നമ്മൾ. അപ്പോൾ നമ്മൾ റെസിപ്റ്റൊക്കെ എടുത്ത് ഇനി അങ്ങോട്ടുള്ളത് കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്രയാണ്. ആദ്യം കുറേ റബ്ബർ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാടിൻ്റെ ഫീലൊക്കെ വന്നു തുടങ്ങും കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ചങ്ങ് ഓടിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ലൊരു അടിപൊളി ലൊക്കേഷനിൽ കാലടി പ്ലാന്റേഷൻ സ്കൂൾ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് ആ ഒരു ഏരിയ, ബാക്ക് ഡ്രോപ്പ് എല്ലാം കാണാനായിട്ട്. കുട്ടികളൊക്കെ കിടന്ന് ഉറങ്ങിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തേനെ. അപ്പോൾ നമ്മൾ നിർത്താത്തത് അതുകൊണ്ട് മാത്രമല്ല, ഈ ഒരു ഏരിയയിലൊക്കെ സ്ഥിരം ആനയുടെ പ്രസൻസ് ഉള്ള ഏരിയ ആണ്. നിങ്ങൾ ന്യൂസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, സ്ഥിരം ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഇപ്പോൾ ആനയെ കുറിച്ചുള്ള ന്യൂസൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും വിട്ടു പോവാണ്. നമ്മൾ ആനയെ കാണാം എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ പോവാണ് കേട്ടോ. Abandoned house. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ മൊത്തം എണ്ണപ്പനകളായി കേട്ടോ. ഇതാണ് കാലടി എണ്ണപ്പന പ്ലാന്റേഷൻ. ഈ എണ്ണപ്പനകളുടെ ഉള്ളിലാണ് എപ്പോഴും ആനകളെ നമ്മൾ കാണാറുള്ളത്. ഈ ഒരിടയ്ക്ക് ഒരു മസ്തിഷ്കത്തിൽ പരിക്ക് പറ്റിയൊരു ആന ഒക്കെ വിഹരിച്ച് നടന്നത് ഈ ഒരു ഏരിയയിലാണ്. അങ്ങനെ നമ്മുടെ പ്ലാന്റേഷൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഡ്രൈവ് കഴിഞ്ഞു കേട്ടോ. സാധാരണ രീതിയിൽ ചില പ്രത്യേക സമയങ്ങൾ, പ്രത്യേകിച്ച് ഏർലി മോർണിംഗും ഒരു 5 മണി കഴിഞ്ഞ സമയത്തൊക്കെയും സ്ഥിരം ഇവിടെ ആനയുണ്ട്. നമ്മൾ വന്നത് ഉച്ച സമയത്താണ്. അതായത് നമ്മൾ വന്ന സമയം എന്ന് പറയുകയാണെങ്കിൽ ഒരു 10 മണി 12 മണിക്കിടയ്ക്കാണ്. ആ ഒരു സമയത്ത് സാധാരണ ആനകൾ അവിടെ കാണാറില്ല എന്നാണ് ആൾക്കാർ പറയാറ്. അപ്പോൾ നമ്മൾ എന്തായാലും വൈകിട്ട് ഒന്നും കൂടി തിരിച്ചു വരും. ഉറപ്പായിട്ടും നമ്മൾ ആനയെ കാണുമെന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കാണ് കേട്ടോ.
അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി, അതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ എൻട്രൻസ് എത്തി. ഇനി നമ്മൾ നേരെ പോകുന്നത് താഴേക്കാണ്. ആദ്യം നമ്മൾ താഴെ പോയിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ട് മുകളിലേക്ക് ഇറങ്ങും, അല്ലെങ്കിൽ ചിലപ്പോൾ പിള്ളേർക്കൊക്കെ ടയർഡായിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ഉള്ള ആൾക്കാരെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കൂടെ നഴ്സിംഗ് പഠിച്ച സെബിയും ദിവ്യയുണ്ട്. അവരും നമ്മുടെ കൂടെ ഈ ഒരു ട്രിപ്പിൽ ത്രൂ ഔട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അതിരപ്പള്ളി തന്നെയുള്ള ഗ്രീൻലാൻഡ് റിസോർട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു നൈറ്റും നമ്മൾ സ്റ്റേ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാം വിശേഷങ്ങൾ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ അങ്ങനെ നമ്മൾ കേരളത്തിലെ ദ ടോപ്പ് അതിരപ്പള്ളി വാട്ടർഫോൾസിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. എന്താണ് വ്യൂ! ആ പ്രകൃതിയുടെ ആ സൗണ്ട് കൂടി ഒന്ന് കേട്ട് നോക്കാം. അടിപൊളി, ഒന്നും പറയാനില്ല കേട്ടോ, കിടു. ഞാൻ ആദ്യമായിട്ടാണ്, എനിക്ക് മുന്നേ പലതവണ അതിരപ്പള്ളി വാട്ടർഫോൾസിൽ വന്നിട്ടുണ്ടെങ്കിലും താഴെ ഇറങ്ങുന്നത് ആദ്യമായിട്ടാണ്. അമേസിങ് എക്സ്പീരിയൻസ്, ഒന്നും പറയാനില്ല. ഈ ഒരു ഏരിയ കാണുമ്പോൾ എനിക്ക് ആ ബാഹുബലി സിനിമയിൽ ആദ്യം നടന്നു പോകുന്ന ഒരു സീനൊക്കെയാണ് കേട്ടോ എനിക്ക് ഓർമ്മ വരുന്നത്. എന്തൊക്കെയായാലും വളരെ മനോഹരമാണ്. ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യുന്നൊരു ടൈം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക എനർജി നമുക്ക് കിട്ടും. പ്രത്യേകിച്ച് ഈ ഒരു പ്രകൃതിയുടെ ആ ഒരു സൗണ്ടൊക്കെ കേൾക്കാൻ തന്നെ എന്ത് രസമാണ്. ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു പവർ നമുക്ക് ആ സൗണ്ടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. എന്തായാലും താഴെ നിന്നുള്ള വ്യൂ കലക്കി, ഒരു രക്ഷയില്ല. നമുക്ക് കുറച്ച് നേരം ഇവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് പിള്ളേരൊക്കെ ഒന്ന് വെള്ളത്തിൽ കുളിച്ചിട്ട് നമ്മൾ പയ്യെ തിരിച്ച് മുകളിലേക്ക് കയറി നമ്മുടെ റിസോർട്ടിലേക്ക് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പോകും. അപ്പോൾ ഗൈസ്, നമ്മളിങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മളൊരു വൈൽഡ് അനിമലിനെ കണ്ടു. ഒരു അടിപൊളി മ്ലാവ് തിരിച്ച് വരുന്ന വഴിക്ക് ആ ഇലക്ട്രിക് ഫെൻസിൻ്റെയൊക്കെ അപ്പുറം നിൽക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് പോകുന്നത് ആനകളെ കാണാനാണ് കേട്ടോ. അപ്പോൾ ആനകളെ കാണാനായിട്ടൊരു ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ആ ഇരുട്ടാവുന്നതിന് തൊട്ട് മുമ്പുള്ള സമയമാണ്. ഒരു 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊക്കെ പയ്യെ താഴേക്ക് പുല്ല് തിന്നാനൊക്കെ ആയിട്ട് ഇറങ്ങും. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഈ ഒരു പാലത്തിന് തൊട്ട് മുമ്പായിട്ട് കുറേ തട്ടുകടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കയറി തട്ടുകടയൊക്കെ കഴിച്ച് നമ്മളങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ദാണ്ട്രാ അവിടെ നിൽക്കുന്നു 2 കൊമ്പന്മാർ. അപ്പോൾ നല്ല കറക്റ്റ് ടൈമായിരുന്നു. നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ആ ഒരു ചെക്ക് പോസ്റ്റിൻ്റെയൊക്കെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു പാം തോട്ടത്തിൽ, അതായത് പനത്തോട്ടത്തിൽ ആനകൾ നിന്ന് പുല്ല് മേയുന്നു. അങ്ങനെ 2 ആനകളെ നമ്മൾ ഈ തവണത്തെ നമ്മൾ ട്രിപ്പിൽ കണ്ടു. അപ്പോൾ നമ്മൾ അവിടുന്ന് വരുന്ന വഴിക്ക് കുറച്ച് ആൾക്കാരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നുണ്ട് ഒരു മലയാറ്റൂർ പ്ലാന്റേഷൻ റോട്ടിൽ അവർ ഒരു 5 മണി സമയത്ത് വന്നു കഴിഞ്ഞപ്പോൾ കുറേ ആനകളെ റോട്ടിൽ കണ്ടെന്ന്. അപ്പോൾ നമ്മളിങ്ങോട്ട് വന്ന സമയത്ത് ഒന്നിനെയും കണ്ടില്ലായിരുന്നു. എന്തൊക്കെയായാലും നമ്മൾ വന്ന ട്രിപ്പ് മോശമായില്ല. നമ്മളങ്ങനെ 2 ആനകളെ കണ്ടു. അപ്പോൾ ഗൈസ്, നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിലെത്തി. അതിരപ്പള്ളി ഗ്രീൻലാൻഡ് റിസോർട്ട് എന്നാണ് റിസോർട്ടിൻ്റെ പേര്. ഒരു റീസണബിൾ റിസോർട്ടാണ്, വളരെ അഫോർഡബിൾ പ്രൈസാണ്. നിങ്ങൾക്കിപ്പോൾ കാണാം, വലിയ റൂം, 2-3 ബെഡൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. നമുക്കൊരു ഫുൾ ഫാമിലിക്ക്, ഇപ്പോൾ ഒരു 2-3 കിഡ്സൊക്കെ ഉള്ള ഒരു ഫാമിലിക്കാണെങ്കിൽ ഇത് വളരെ യൂസ്ഫുള്ളാണ്. വിത്ത് സ്വിമ്മിംഗ് പൂൾ, അത്യാവശ്യം ഒരു മോഡേൺ ബിൽഡിംഗ് ആണ്. നമുക്ക് അറ്റ്മോസ്ഫിയറൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. നല്ല സർവീസായിരുന്നു. ഏകദേശം ഒരു 5000 രൂപയാണ് നമുക്ക് ഈ ഒരു റൂമിന് വന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടും ഒരു ഫാമിലിയും നമ്മുടെ ഫാമിലിയും അടുത്തടുത്ത റൂമുകളിൽ ഇവിടെ സ്റ്റേ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പയ്യെ പിള്ളേരൊക്കെ ആയിട്ട് ഇവിടുത്തെ പൂളിലേക്ക് ഒന്ന് ചാടാനുള്ള ചെറിയൊരു പരിപാടിയാണ്.
അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് റൂം കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഒരു 7-8 കിലോമീറ്റർ മുമ്പാണ്, അതിരപ്പള്ളി എത്തുന്നതിന് മുമ്പ് ആ ഒരു പനത്തോട്ടത്തിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഈ ഒരു റിസോർട്ട്. നല്ലൊരു ഹാൻഡി ലൊക്കേഷനാണ്. അപ്പോൾ ഇനി കുറച്ച് സമയം പിള്ളേരുമായിട്ട് പൂളിൽ. ഇവിടെ വന്നിട്ട് 1, 2 അപ്പോൾ അങ്ങനെ തന്നെ തുറക്കപ്പോൾ നമുക്ക് രാവിലെ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ആവറേജ് ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാം. ഇഷ്ടപ്പെട്ടു. നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ഫാമിലിക്ക് പറ്റുന്ന ഒരു എങ്ങനെയുണ്ടായിരുന്നു സ്റ്റേ? അപ്പോൾ നമ്മൾ പയ്യെ നമ്മൾ താമസ സ്ഥലത്ത് ചെക്ക് ചെയ്ത് ഇറങ്ങിയിട്ട് നമ്മൾ പതുക്കെ ഏഴാറ്റുകുളം ഗ്രാമത്തിലേക്ക് പോവുകയാണ്. നല്ല ഒരു ഡേ ആണ്, ഡേ ആണ്. പ്രത്യേകിച്ച് നമുക്കൊന്ന് പരിപാടികളൊന്നും ഇല്ലാത്തത് ഇവിടെ തന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഏഴാറ്റുകുളം ഗ്രാമത്തിലേക്ക് പോകുന്ന റൂട്ടാണ്. നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആണ്. ഇവിടെയൊക്കെ ആനകൾ വരുന്ന ഏരിയ ആണ്. ആ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും. ആനകളൊക്കെ മറിച്ചിട്ട് അതിൻ്റെയൊക്കെ ഒരു റിമൈൻസൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഏഴാറ്റുകുളം ഗ്രാമം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ശരിക്കും ഇപ്പോൾ നമ്മളൊരു അതിരപ്പള്ളി ട്രിപ്പ് വരികയാണെങ്കിൽ 2 to 3 days സ്പെൻഡ് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ഇവിടെ മൊത്തത്തിലുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അതിരപ്പള്ളി പോവാം, അതുകൂടാണ്ട് ഏഴാറ്റുമുഖം, പിന്നെ നമുക്ക് വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൽ പോവാം. അതുകൂടാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ മലക്കപ്പാറ, അതുകൂടാതെ വാൽപ്പാറ ഒക്കെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ രസമാണ്. ആനകളെയൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു റൂട്ടിലൊക്കെ സ്ഥിരം ആന ഇറങ്ങുന്നതും വൈൽഡ് അനിമൽസൊക്കെ ഇറങ്ങുന്നതാണ്. പക്ഷെ നമുക്ക് ആ കൂടി ഒരു നൈറ്റ് നമുക്ക് ടൈം ഉണ്ടായിരുന്നുള്ളൂ. അതുകൂടാതെ തന്നെ നമ്മളൊരു യങ് ഫാമിലി ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് റിസ്ക് എടുക്കാനും വയ്യ. അതുകൊണ്ടാണ് നമ്മൾ വാൽപ്പാറ അല്ലെങ്കിൽ മലക്കപ്പാറയൊന്നും പോകാതിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു മോസ്റ്റ് ഓഫ് ദി ഡേ നമ്മളിവിടേക്ക് ഒന്ന് കുട്ടികളൊക്കെ ആയിട്ട് പാർക്കൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് പതുക്കെ നമ്മൾ തിരിച്ചു പോവും. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ഇവ എങ്ങനെയുണ്ട്? ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? സിബി എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറാണ്. ഇതൊക്കെ ഇങ്ങനെ പണ്ടുപോലെ കാണാനുള്ള ആഗ്രഹമുള്ള സ്ഥലങ്ങളൊക്കെയാണ്. ഇപ്പാണ് അതിന് അവസരം കിട്ടിയത്. ആനേനെ കണ്ടോ? പിന്നെ ഇന്നലെ പോയിട്ട് കണ്ടില്ലേ, 2 എണ്ണം.
സാധാരണ നല്ല വെള്ളമുള്ള സമയത്താണ് ഈ ഒരു കെട്ടിൻ്റെ മുകളിലൂടെയൊക്കെ വെള്ളം ഇങ്ങനെ നിറഞ്ഞൊഴുകി നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. ഇപ്പോൾ വേനൽ സമയത്താണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും വലിയ വെള്ളമില്ല. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ കുറച്ചൊക്കെ ഡ്രൈ ആണ്, നല്ല വെയിലാണ്. പീക്ക് സമ്മറിൻ്റെ സമയത്താണ്, നമ്മൾ തുടങ്ങുന്ന സമയത്താണ് നമ്മളിത് വിസിറ്റ് ചെയ്തത്. അപ്പോൾ ഏറ്റവും നല്ലൊരു ടൈം എനിക്ക് തോന്നുന്നു ആ ഒരു മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. പക്ഷേ ഒബിയസ്ലി ശ്രദ്ധിച്ച് വരണം, കാരണം മഴയുള്ള സമയത്ത് വെള്ളം കൂടുതലാകുമ്പോൾ അതിൻ്റേതായ റിസ്ക്കുകളുണ്ടാവും. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. വളരെ നല്ല ഒരു ലൊക്കേഷനാണ്, ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. നമ്മളെല്ലാവരും പലപ്പോഴും പല സ്ഥലങ്ങളിലേക്കിടെയും കറങ്ങി നടക്കുമെങ്കിലും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പൊതുവേ നമ്മൾ അല്പം പുറകോട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഞാൻ പറഞ്ഞ് ഒരുപാട് കാട് കയറി പോകുന്നില്ല. നമുക്കിത് ജസ്റ്റ് ഒന്ന് താഴേക്ക് പോയിട്ട് ആ ഒരു ഏരിയയും കൂടി ഒന്ന് നോക്കാം. കാരണം ഇതുവഴി നമുക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഇപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ ഇത് പാണിയേലി പോരൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, അവിടെയൊക്കെ പോലത്തെ ഒരു ഏരിയ ആണിത്. വെള്ളം കുറവാണ്, എന്നാൽ വളരെ റിസ്ക്കി ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ എന്തായാലും തൊട്ടടുത്ത് നമുക്കൊരു തൂക്കുപാലം കൂടി ഉണ്ട്, അവിടെയും കൂടി ഒന്ന് കയറി എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് വയ്യെ ഇവിടെ നിന്ന് പോകാം. അപ്പോൾ അപ്പോൾ നമ്മൾ ഈ തൂക്കുപാലം കയറി നേരെ ചെന്നിറങ്ങുന്നത് തുമ്പൂർ മുഴി എന്ന് പറയുന്നൊരു ഏരിയയിലേക്കാണ് കേട്ടോ. അപ്പോൾ അത് ഈ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിൻ്റെ ഭാഗമല്ല, അത് തുമ്പൂർ മുഴി എന്ന് പറയുന്ന വേറൊരു പ്രകൃതി ഗ്രാമം പോലത്തെ ഇതേപോലത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഈ പാലം കടന്ന് നമ്മൾ അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ അവിടേക്ക് നമുക്ക് എൻട്രി കിട്ടണമെങ്കിൽ അവിടുത്തെ ടിക്കറ്റ് എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പയ്യെ ഇനി തിരിച്ചു പോകാനുള്ള പരിപാടികളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് നമ്മൾ കാര്യം ശ്രദ്ധിച്ചത്. ആ ഒരു പാം തോട്ടത്തിൽ ആന ഇറങ്ങിയതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ കുറേ കിടക്കുന്നുണ്ട്. അപ്പോൾ അതേ തൊട്ട് മുമ്പിൽ തന്നെ ആന പിണ്ടം കിടക്കുന്നുണ്ടോ. അപ്പോൾ നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് ഇവിടെ സ്ഥിരം ഭയങ്കര പ്രശ്നമാണ് ആനയുടെ എന്ന് പറയുന്നത്. അതായത് പ്രത്യേകിച്ച് ഏർലി മോർണിംഗ് ഒരു 6-7 മണി വരെയുള്ള സമയങ്ങളിലും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ട് 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ ഉള്ള സമയത്തുമാണ് ഭയങ്കരമായിട്ട് ആനകൾ ഇവിടേക്കൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു പന തിന്നാനൊക്കെ ആയിട്ടാണ് ആനകൾ മെയിനായിട്ട് ഈ ഒരു ഏരിയയിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോഴേക്ക് ആ ഒരു ഈ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലേക്ക് പോകുന്ന ഒരു വഴിക്കൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രമാത്രം ഒരു ഭീകരമാണ് ഇവിടുത്തെ ആനയുടെ ശല്യമെന്ന്. ഭയങ്കരമായിട്ടുണ്ട്. നമുക്ക് ആ ഒരു വഴിയിലൊക്കെ ആന കൂട്ടം കൂടി നിന്നതിൻ്റെയും ഈ പട്ട തിന്നതിൻ്റെയൊക്കെ ലക്ഷണങ്ങളും ആന പിണ്ടമൊക്കെ മൊത്തത്തിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനി നേരെ തിരിച്ച് നമ്മൾ പെരുമ്പാവൂർ ഏരിയയിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് പോകുന്നത് ഏഴാറ്റുമുഖം വഴി നേരെ മഞ്ഞപ്ര കൂടി നമ്മൾ തിരിച്ച് പെരുമ്പാവൂർക്ക് പോവുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ പ്ലാനിൽ ചെറിയൊരു ചേഞ്ച്. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് കുട്ടികൾക്ക് ഒന്നുകൂടി നല്ല അഡ്വഞ്ചർ കാണുന്നൊരു ആഗ്രഹം. അങ്ങനെ നമ്മുടെ ഇവിടെ കുറേ